നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സഹോദരൻ എം പ്രമോദിനെ തലശ്ശേരി കുയ്യാലിപ്പുഴയിൽ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഈ സഹോദരിമാരുടെ കൊലപാതകത്തിന് പിന്നാലെ കാണാതായ ഇയാളുടെ മൃതദേഹം മറ്റൊരു സഹോദരിയാണ് തിരിച്ചറിഞ്ഞത്. തലശ്ശേരി കുയ്യാലിപ്പുഴയിലാണ് തിങ്കളാഴ്ചയോടെ മൃതദേഹം കണ്ടെത്തുകയും പിന്നീട് സംശയം തോന്നി ചെവായൂർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ സഹോദരി ബന്ധുവിനെ ഫോട്ടോ കാണിച്ച ജഡം പ്രമോദിന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഈ ചെവായൂർ പോലീസും ബന്ധുക്കളും തലശ്ശേരിയിലെത്തിയത്. തുടർന്ന് മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കാരത്തിനായി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. തടമ്പാട്ട് താഴം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിലെ സഹോദരിമാരായ എം ശ്രീജയ, എം പുഷ്പലളിത എന്നിവരെ 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒപ്പം താമസിച്ചിരുന്ന ഈ സഹോദരനെ പിന്നീട് കാണാതാവുകയും ചെയ്തു. സഹോദരിമാരുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. തുടർന്ന് ഈ പ്രമോദനായി അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി. ഈ ജില്ലയ്ക്ക് പുറത്തു പോയിട്ടുണ്ടാകുമോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട്, മലപ്പുറം, തൃശൂർ തുടങ്ങിയ ജില്ലകളിലൊക്കെ അന്വേഷണ സംഘം പരിശോധനകളൊക്കെ നടത്തിയത്. പക്ഷേ തിങ്കളാഴ്ചയോടെയാണ് CCTV പരിശോധനയിൽ പ്രമോദ് എരഞ്ഞിപ്പാലം വഴി കടന്നു പോകുന്നതായി ശ്രദ്ധയിലൊക്കെ പെട്ടത്. എരഞ്ഞിപ്പാലത്ത് നിന്ന് ബസ്സിൽ കയറുന്നതായും ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഈ ബസ് അന്വേഷിക്കുന്നതിനിടെയാണ് പ്രമോദിനെ മരിച്ച നിലയിൽ പുഴയിൽ കണ്ടെത്തിയത്. പ്രമോദ് കോഴിക്കോട് നിന്ന് ട്രെയിൻ മാർഗമായിരിക്കാം തലശ്ശേരിയിലേക്ക് എത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. ഇക്കാര്യം ചെവായൂർ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ സഹോദരിമാര് കൊല്ലപ്പെട്ടതിനു ശേഷം കോഴിക്കോട് നിന്ന് കാണാതായി തലശ്ശേരിയിൽ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സഹോദരനെ തിരിച്ചറിഞ്ഞത് മറ്റൊരു സഹോദരിയായ ഈ വാസന്തിയാണ്. കരിക്കാംകുളം തടമ്പാട്ട് താഴം ഫ്ലോറിക്കൽ റോഡിൽ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന മൂലക്കണ്ടി എം പ്രമോദിനെയായിരുന്നു കുയ്യാലിപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയ വിവരം ചൊവ്വാഴ്ച രാവിലെയോടെ ചെവായൂർ പോലീസ് അറിയിച്ചതായാണ് വാസന്തി പറയുന്നത്. സഹോദരൻ പ്രമോദിനെ കുറിച്ച് വാസന്തിക്ക് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അടുത്തിടെ വീട്ടിൽ പോയപ്പോൾ മൂത്ത സഹോദരിയെ പ്രമോദ് പരിചരിക്കുന്നതാണ് കണ്ടതെന്നാണ് വാസന്തി പ്രതികരിക്കുന്നത്. 2 സഹോദരിമാരോടൊപ്പമായിരുന്നു പ്രമോദ് താമസിച്ചതും. ഒന്നിച്ചു താമസിച്ചിരുന്ന സഹോദരങ്ങളായ ശ്രീജയ, പുഷ്പലളിത എന്നിവരെയാണ് കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തിയത്. 9-ാം തീയതി രാവിലെയോടെയാണ് ഈ സംഭവം പുറലോകം അറിഞ്ഞത്. പിന്നീട് മൃതദേഹം തലശ്ശേരിയിൽ കണ്ടെത്തിയ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മകളുടെ ഭർത്താവ് അഖിലേഷിനൊപ്പമായിരുന്നു വാസന്തി തലശ്ശേരിയിലേക്ക് എത്തിയത്. പ്രായമായ സഹോദരിമാരെ പരിചരിക്കുവാൻ ആരുമില്ലാത്തതിനാലാണ് പ്രമോദ് കൊടുംക്രൂരത ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. 3 സഹോദരങ്ങളും അവിവാഹിതരായിരുന്നു. കരിക്കാംകുളത്ത് വാടക വീട്ടിലായിരുന്നു ഇവരുടെ താമസവും. ശ്രീജയ്ക്കും പുഷ്പലളിതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. കരിക്കാംകുളത്തെ ഫ്ലോറിക്കൽ റോഡിലാണ് കഴിഞ്ഞ 3 വർഷമായി ഈ മൂവരും കൂടി വാടകയ്ക്ക് താമസിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് ഈ 2 മുറികളിലായി സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഈ സഹോദരൻ പ്രമോദ് ഒളിവിൽ പോവുകയും ചെയ്തത്. ഒരു സഹോദരി മരിച്ചുവെന്നും വീട്ടിലെത്തണമെന്നും രാവിലെ 5:30യോടെയാണ് പ്രമോദ് ബന്ധുക്കളിൽ ഒരാളെ വിളിച്ചറിയിച്ചത്. ഈ ബന്ധു വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് 2 പേരെയും 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതും വെള്ള പുതപ്പിച്ച നിലയിൽ. ഈ സഹോദരങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് വർഷങ്ങളായി ഒപ്പുനിന്ന ഈ സഹോദരൻ പ്രമോദിനെ പിന്നീടാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തുവാനായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയത്. വിവാഹം കഴിക്കാതെ ജോലി ഉപേക്ഷിച്ച് ഈ സഹോദരിമാർക്ക് വേണ്ടി 62 വയസ്സ് വരെ ജീവിതം നീക്കിവെച്ചയാളാണ് പ്രമോദ്. സഹോദരിമാർ മരിച്ച വിവരം അറിഞ്ഞാണ് പുലർച്ചെയുടെ ബന്ധുക്കളും നാട്ടുകാരും അടക്കം വീട്ടിലേക്ക് എത്തിയത്. ഈ ബന്ധുവിനോട് ശ്രീജയ മാത്രം മരിച്ചു എന്ന വിവരം മാത്രമാണ് ഈ സഹോദരൻ പങ്കുവച്ചിരുന്നത്. ഈ 2 പേർ കൂടി മരിച്ചതായി വിവരം നൽകിയാൽ ചിലപ്പോൾ സംശയം ഉണ്ടാകുമെന്നതിനാലാകാം ഒരാളുടെ പേര് മാത്രം പറഞ്ഞ് ഇയാൾ ഇവിടെ നിന്ന് പോരെന്നാണ് പോലീസ് നിഗമനത്തിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രമോദും ജീവനൊടുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ വീടിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു ജീവനൊടുക്കൽ നടന്നേനെ. ഒരുപക്ഷെ രക്ഷപ്പെടുവാനുള്ള ശ്രമമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഈ ഒരു വാർത്തകളിലൂടെ ഇയാളുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നപ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെയാകാം ഇത്തരത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത് തന്നെ. 3 വർഷം മുൻപാണ് ഇവർ ഫ്ലോറിക്കൽ റോഡിലെ വി ഉണ്ണികൃഷ്ണ മേനോന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത്. പിന്നീടാണ് ഈ ശ്രീജയ്ക്ക് അസുഖം ബാധിച്ചതോടെ പ്രമോദ് ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരുവരെയും ശുശ്രൂഷിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. ആരോഗ്യ വകുപ്പിൽ നിന്ന് വിരമിച്ച ശ്രീജയുടെ പെൻഷനാണ് ഏക വരുമാന മാർഗം. എന്നാൽ സ്വത്ത് ഭാഗം വെച്ചതിൽ 3 പേർക്കും പണം നൽകിയിട്ടുണ്ടെന്നും അത് ബാങ്കിൽ ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ 3 പേർക്കും ബന്ധുക്കളോട് അടുപ്പം കുറവായിരുന്നു. നോക്കുവാൻ വയ്യ, മടുത്തിട്ടുണ്ട് എന്നായിരുന്നു ഈ 2 സഹോദരിമാര് മരിച്ച സംഭവത്തിൽ ഈ സഹോദരൻ പ്രമോദ് നാട്ടുകാരോട് പറഞ്ഞിരുന്നതായി വെളിപ്പെടുത്തലൊക്കെ പുറത്തു വന്നത്. കാരണം ഈ മരിച്ച 2 പേർക്കും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. മരിച്ചവരിൽ ശ്രീജയ കോവിഡിന് ശേഷമാണ് കിടപ്പിലായത്. അപ്പോൾ ഇരുവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ പ്രമോദ് തന്നെയായിരുന്നു. അപ്പോൾ ആരും സഹായിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് മാനസിക സംഘർഷത്തിനെ തുടർന്നാകാം ഇങ്ങനെ ചെയ്തത്.
പ്രമോദ് ഈ പുലർച്ചെ 5 മണിയോടെ അത്താണിക്കുള്ള ബന്ധുവിനോട് വിളിച്ചാണ് സഹോദരി മരിച്ചുവെന്ന് വിളിച്ചറിയിച്ചത്. രാവിലെ 8 മണിയോടെയാണ് ഈ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയത്. ഇവരെത്തുമ്പോൾ തന്നെ ഈ വീടിന്റെ വാതിലൊക്കെ ചാരിയിട്ട നിലയിലായിരുന്നു. പക്ഷേ അതിന് സമീപം തന്നെ ഈ വീടിന്റെ ചാവിയും വെച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് അപകടം പറ്റിയതുകൊണ്ട് തന്നെ ഈ പ്രമോദിന് നടക്കാനൊക്കെ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ഇന്ന് ആ 3 പേരും ആർക്കും ബാധിതരായി ഈ ലോകത്തില്ല. ഒരേയൊരു സഹോദരി മാത്രമാണ് ഇന്ന് അവർക്ക് ഈ ഭൂമിയിൽ ശേഷിക്കുന്നത് തന്നെ. ഓരോ മനുഷ്യനും ശൈശവ ബാല്യങ്ങളുടെ തിമിർപ്പും കരുത്തിന്റെ യൗവനവും അസ്തമിക്കുമ്പോൾ ജീവിത സായാഹ്നത്തിലേക്ക് നടന്നെടുക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നനവും പച്ചപ്പും വരണ്ടു തുടങ്ങിയോ എന്നും താൻ ഒരു ഏകാന്ത വൃക്ഷമായി മാറുകയാണോ എന്നും തോന്നിപ്പോകുന്ന ആ വാർദ്ധക്യത്തിന്റെ നിറമങ്ങി നിറങ്ങളിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ചേർത്ത് പിടിക്കലുകളും മാനസികവും ശാരീരികവുമായ സാന്ത്വന സ്നേഹ പരിചരണങ്ങളും നമ്മുടെ സംസ്കാരവും കർത്തവ്യവുമായി സമൂഹത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിന് വയോജനങ്ങളിലെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് സമൂഹം പരമപ്രാധാന്യം കൽപ്പിച്ചിരുന്നുവെങ്കിൽ വരാൻ പോകുന്ന സാമൂഹികാഘാതം വളരെ വലുതായിരിക്കുമെന്നതിൽ തർക്കമില്ല. വയോജനങ്ങൾക്ക് സമൂഹത്തിൽ ആദരവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുകയും തങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ സമൂഹമെന്ന ചിന്ത സർവരിലേക്ക് നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അർത്ഥപൂർണമാകുന്നത്. അവർക്ക് ഒത്തുചേരുവാനും പരസ്പരം സ്നേഹവും സൗഹൃദവും ഓർമ്മകളും പങ്കുവയ്ക്കുവാനും ആഹ്ലാദിക്കുവാനും വേദി ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുവാൻ കാലത്തിൽ അനിവാര്യതയായി മാറിയിരിക്കുന്നു. വാർദ്ധക്യത്തിന്റെ സായാഹ്നത്തിൽ വയോജനങ്ങൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇത് ശാരീരിക വിഷമതകളെക്കാൾ കൂടുതലായിരിക്കും അവരുടെ മാനസിക പ്രശ്നങ്ങൾ. ഏകാന്തത, വിരസത, അവഗണന തുടങ്ങിയ ചുറ്റുപാടുകൾ മനുഷ്യനെ ജീവിതത്തോട് കൂടുതൽ നിസ്സംഗനാക്കി തീർക്കും. വയോജനങ്ങളെ പരിപാലിക്കുകയും അവരുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ഒറ്റപ്പെട്ട വയോജനങ്ങളുടെ നൈപുണ്യ വികസനത്തിനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും മുൻകൈ എടുക്കുകയും വേണം. സാമൂഹിക സുരക്ഷയും സഹായവും നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അവരെ സജീവവും ഉൽപാദനക്ഷമവുമായി നിലനിർത്തുക എന്നിവയും ഉറപ്പാക്കേണ്ടതുണ്ട്. മുതിർന്ന പൗരന്മാരുടെ അനുഭവങ്ങളും അറിവുകളും മുതൽക്കൂട്ടാകും. പ്രായമായ ആളുകൾക്ക് അവർക്ക് പ്രധാനമായ ആളുകളുമായി ബന്ധം നിലനിർത്തുന്നത് എളുപ്പമാക്കുന്ന ഒരു സംവിധാനമുണ്ടായാൽ അനിവാര്യമാണ്. പ്രായമായവരിൽ പോലും ആരോഗ്യത്തോടെയും സജീവമായും തുടരാൻ ഇത് ആളുകളെ സഹായിക്കും. പല നഗരങ്ങളും കമ്മ്യൂണിറ്റികളും ഇതിനകം തന്നെ കൂടുതൽ വയോജന സൗഹൃദത്തിന് സജീവമായ ചുവടുകളൊക്കെ വെച്ചു കഴിഞ്ഞു. ഔട്ട്ഡോർ സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗതം, പാർപ്പിടം തുടങ്ങിയ പരിഷ്കരിക്കേണ്ടതും സാമൂഹിക പങ്കാളിത്തം, ബഹുമാനവും സാമൂഹികവും ഉൾപ്പെടുത്തൽ, പൗര പങ്കാളിത്തം, തൊഴിൽ, ആശയവിനിമയം തുടങ്ങിയവയുടെ കാര്യത്തിലും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ജീവിതത്തോടൊപ്പം തന്നെ ആരംഭിച്ച് ജീവിതചക്രം മുഴുവൻ തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ വാർദ്ധക്യം. ഇത് വെല്ലുവിളികളും അവസരങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രായമായവർ അഥവാ വയോജനങ്ങളായ വ്യക്തികൾ മനുഷ്യരുടെ ശരാശരി ആയുസ്സിനോട് അടുത്തെത്തിയവരാണ്. എല്ലാ സമൂഹങ്ങളും വാർദ്ധക്യത്തിന്റെ പ്രായപരിധി ഒരേപോലെ അല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായി നിർവചിക്കാനാവില്ല. വാർദ്ധക്യം ബാധിക്കാത്ത മനുഷ്യരാരും തന്നെയില്ല. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും സ്വാഭാവികമായി നിർണ്ണയിക്കപ്പെടുന്ന ചക്രം പിന്തുടരുന്നുണ്ട്. അത് ഒരാളെ കൗമാരപ്രായം, യൗവനം, വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ ശക്തിയും ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ പ്രായത്തിന്റെ പുരോഗതിയോടെ മുഴുവൻ രംഗവും ഒരു വലിയ മാറ്റത്തിനാണ് വിധേയമാകുന്നത്. ഉത്തരവാദിത്തങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും കഴിവുകൾ സാവധാനത്തിൽ മങ്ങുകയും ഫലപ്രദാനത്തെ തടസ്സപ്പെടുത്തുകയും സങ്കീർണ പ്രശ്നങ്ങളുമായി ക്രമേണ നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ വിപരീതമായാണ് ബാധിക്കുന്നത്. വയോജന സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷം ഒരിക്കലും അവരുടെ ജീവിത ഗുണനിലവാരത്തെ ഉറപ്പുവരുത്തുന്നതും സമൂഹം ചെയ്യുന്നൊരു സേവനമല്ല, മറിച്ചൊരു കർത്തവ്യമാണ്. ഇന്ന് നമ്മൾ കാണുന്ന വയോജന വൃത്തത്തെ ആദരിച്ച് സേവനം ചെയ്താലാണ് നാളെ നമ്മളും വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുമ്പോൾ സഹായമായും പിന്തുണയുമായും അന്നത്തെ യുവ കൗമാര തലമുറകൾ നമുക്ക് ആശ്രയമാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.